അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ്. നേരത്തെ ഇത് ഇടുക്കി ജില്ലാ ആശുപത്രി ആയിരുന്നു. അന്നേരം കുറച്ചുകൂടെ താഴെയായിട്ടാണ് അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പുതിയതായിട്ട് മെഡിക്കൽ കോളേജായി പിന്നെ കുറച്ച് മേലായിട്ട് കയറി പുതിയ ബിൽഡിങ്ങുകളൊക്കെ പണിതു. ഇതിൻ്റെ ബാക്കിലോട്ടും കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റും നല്ല മലനിരകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ നിലവിലിവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലെ ഷട്ടറുള്ള ചെറുതോണി ഡാം എന്ന് പറയുന്നത് ഈ ദൂരെ കാണുന്നതാണ്. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി ഒരു വശത്തായിട്ടാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമയിൽ അവരുടെ ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ ഇതേ നമ്മുടെ ഈ ഭാഗത്ത് തന്നെയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ചെറുവൺ ഡാമിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും. കണ്ടോ, ആ ദൂരെ കാണുന്നതാണ് ഇടുക്കി ഗോൾഡ് സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു അവരുടെ ഹോസ്റ്റലൊക്കെ. അത് ഏത് ഭാഗത്താണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് അത്ര പിടുത്തമില്ല. അതുപോലെ എന്താണ് ശ്രീ വിദ്യാധിരാജ വിദ്യാസദൻ, ഒരുപാട് പഴക്കമുള്ള സ്കൂളാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് നല്ല സാമ്പത്തികമുള്ളവരുടെ വീട്ടിലെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നൊരു സ്കൂളാണ്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഉച്ച സമയമാണ്, കുറേ പിള്ളേരൊക്കെ ഇറങ്ങി നടന്നു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിലവിൽ കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. മഴക്കാലമാണെന്ന് കണ്ടാൽ തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പായിരിക്കും. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. നിലവിലിവിടെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. കണ്ടോ, താഴെ നല്ല ഒരു ദൂരത്തിൽ നല്ല താഴ്ചയിലാണ് സ്കൂളിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, അത്യാവശ്യം നല്ല ദൂരത്തിലാണ്, നല്ല ആഴമുണ്ട്. അതുപോലെ ഈ ചെറുതോണി ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ ഈ മുൻവശമല്ല കേട്ടോ, ഇതിൻ്റെ പുറകുവശത്തൂടെയാണ് വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു എന്താ പറയുക, വെള്ളം ഒഴുകി പോകുന്ന തോട് പോലത്തെ സ്ഥലം. അപ്പോൾ അതിലെ വെള്ളം ഒഴുകി ചെറുതോണി പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകി അങ്ങനെയാണ് ആലുവ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ദൂരേക്ക് നോക്കുവാണെങ്കിൽ, ഇത്തിരി സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ഒരു മല, ഒരു പാറ പോലെ കാണാൻ പറ്റുന്നല്ലോ. അവിടെ കുറേ ടവറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ പാണ്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ ആ പാറയാണ്. ഈ പാണ്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ നിന്ന് ഇതൊക്കെ വെള്ളിയാഴ്ച കുരിശുമല കയറുന്നൊക്കെ ആ ഭാഗത്തേക്കാണ്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നല്ല മഞ്ഞുള്ള സമയത്ത് പോവുകയാണെങ്കിൽ നല്ല രസമാണ്. അതുപോലെ തന്നെ ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. നമ്മളിപ്പോൾ ദൂരെ നോക്കുമ്പോൾ കാണാം, അതിൻ്റെ ആ പാറയുടെ തുമ്പത്ത് വരെ നമുക്ക് നടന്നു വന്ന് നിൽക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ കാണാം, നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് കയറി വരുന്ന വഴിയാണത്. അതുവഴി അങ്ങനെ കറങ്ങിയാണ് ഈ മെയിൻ ബ്ലോക്കിലേക്ക് കയറി വരുന്നത്. കാരണം നമുക്ക് ഇത്തിരി കൂടെ ദൂരത്തേക്ക് നോക്കുമ്പോൾ കാണാം, പാലക്കുളമേട് എന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത്. വെള്ളം ഒഴുകി വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെയും അതുപോലെ തന്നെ ചെറുതോണിൻ്റെയും വിശേഷങ്ങളൊക്കെ തീരുകയാണ്.